ഭൂപരിക്രമണ പഥത്തിലേക്ക് അയച്ച ആദ്യ അമേരിക്കൻ സ്പേസ് സ്റ്റേഷൻ ആണ് സ്കൈലാബ്. 75 ടൺ ഭാരമുള്ള ഈ സ്പേസ് സ്റ്റേഷൻ 1973 മുതൽ 1979 വരെ പ്രവർത്തന സജ്ജമായിരുന്നു. 1973ലും 74ലും ബഹിരാകാശ സഞ്ചാരികൾ ഈ നിലയം സന്ദർശിച്ചിട്ടുണ്ട്. 1973 മെയ് 14 ഇത് വിക്ഷേപിക്കപ്പെട്ടത്. 1978 ആയപ്പോഴേക്കും സ്കൈലാബിൻ്റെ ഭ്രമണപഥം പതിയെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് നാസ കണ്ടെത്തി. 77,000 കിലോ ഭാരത്തിൽ ഭൂമിയിലേക്ക് പതിക്കാനൊരുങ്ങുന്ന ബഹിരാകാശ ബോംബ് തന്നെയായിരുന്നു അത്. സൗരയൂഥത്തിലെ ഗുരുത്വാകർഷണ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ഈ നിലയത്തിൻ്റെ പ്രഥമ ഉദ്ദേശം. മൈക്രോഗ്രാവിറ്റിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു പരീക്ഷണശാലയും ഒരു സോളാർ ഒബ്സർവേറ്ററിയും ഇതിൽ സജ്ജമാക്കിയിരുന്നു. എന്നാൽ താൽപ്പര്യക്കുറവ് മൂലമാകാം ഇതിന് വേണ്ട പോലെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. 1979 ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ച് സ്കൈലാബ് കത്തിയമർന്നു. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർക്കൊന്നും ഓർമ്മയില്ലാത്ത ഒരു കാര്യമാകാം, അല്ലെങ്കിൽ അവർ ജനിച്ചിട്ടില്ലാത്ത ഒരു കാലമായിരിക്കാം. സ്കൈലാബ് ഭൂമിയിൽ വീഴുമെന്ന് ആളുകൾ പേടിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് US പരീക്ഷിച്ച ഒരു ബഹിരാകാശ നിലയമായിരുന്നല്ലോ ഇത്. ഒടുവിൽ ഇതിനെ വളരെ വിജയകരമായി വിക്ഷേപിച്ചെങ്കിലും ഈ നിലയത്തെ അതിൻ്റെ സ്ഥിരമായ ഉയർന്ന ഭ്രമണപഥത്തിൽ നിർത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളൊക്കെ വിഫലമായിരുന്നു. അതിനെ തുടർന്നാണ് സ്കൈലാബിൻ്റെ പതനത്തെ കുറിച്ചുള്ള വാർത്തകൾ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടതും അതോർത്ത് ഭൂമിയിലെ ജനങ്ങളെല്ലാം പേടിച്ചത്. അന്ന് കേരളത്തിലെ മുക്കിനും മൂലയിലും തട്ടുകടയിലും ഹോട്ടലിലും ബാർബർ ഷോപ്പിലും വരെ ഈ സ്കൈലാബിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പല ഹോട്ടലുകളും അക്കാലത്ത് സ്കൈലാബ് എന്ന് പേരിടുകയും പോലും ചെയ്തിരുന്നു എന്നുള്ളത് വളരെ രസകരമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്കൈലാബ് അന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസിദ്ധി തന്നെയായിരുന്നു. അതിൻ്റെ ആ ഒരു പേരിപ്പെടുത്തുന്ന ആ ഒരു പ്രസിദ്ധി എത്രമാത്രം വ്യാപിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അത്. അന്ന് പാലക്കാട് ജില്ലയിൽ ചേക്കോട് എന്ന ഗ്രാമത്തിലെ ഒരു സ്ഥലം സ്കൈലാബ് എന്ന് അറിയപ്പെട്ടിരുന്നു. ഒരു ചായക്കടയിൽ നിന്നാണ് ആ പേര്. ആ ചായക്കടക്കിട്ട പേരിൽ നിന്നുകൊണ്ടാണ് ഈ സ്കൈലാബ് എന്ന പേര് ആ സ്ഥലത്തിന് തന്നെ ലഭിച്ചത്. ഇന്ത്യയിൽ തന്നെ മുംബൈ, പൂനെ തുടങ്ങിയ ഏതെങ്കിലും നഗരത്തിൽ ഈ സ്കൈലാബ് വീണേക്കാമെന്നും ചിലപ്പോൾ അത് കേരളത്തിലാകും പതിക്കുക എന്നുമൊക്കെ ആളുകൾ പറഞ്ഞു പരത്തി. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗൗരവതരമായി സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പോലെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് ആളുകൾ കവലകളിലും ചായക്കടകളിലും ബാർബർ ഷോപ്പുകളിലുമൊക്കെ ഇരുന്നു കൊണ്ട് ഈ സ്കൈലാബിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തത്. അത്രമാത്രം ഭീതിയാണ് സ്കൈലാബ് ഭൂമിയിൽ വിതച്ചിരുന്നത്. ഇതിന്റെ പേരിൽ മുതലെടുപ്പുകൾ ഉണ്ടായിരുന്നു. ചില തട്ടിപ്പുകാരിറങ്ങി ഈ പേരും പറഞ്ഞുകൊണ്ട് സ്കൈലാബ് തകർന്നു വീണാൽ ചില രോഗങ്ങൾ ഉണ്ടാകും, അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുമായി ചില തട്ടിപ്പുകാരിറങ്ങിയിരുന്നു. സ്കൈലാബ് വീണാൽ ആ അവശിഷ്ടങ്ങളിൽ പറക്കിയെടുത്താൽ അതിന് ഒരുപാട് പൈസ കിട്ടുമെന്നും അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ വീണേ എന്നുള്ള ആഗ്രഹം കൊണ്ട് നടന്ന ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു രസകരമായ കുറേ സംഭവങ്ങൾ ഈ ഒരു ബഹിരാകാശ നിലയത്തിൻ്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലും മറ്റും ഇന്ത്യയിലുമൊക്കെ പ്രചരിച്ചിരുന്നു. വടക്ക് കിഴക്കൻ ഓസ്ട്രേലിയക്ക് സമീപമാണ് ഇത് വീണത്. ഇന്ത്യയിലൊന്നും വീണിട്ടില്ല. പ്രതീക്ഷിച്ച അപകടവും ഉണ്ടായില്ല, ആർക്കും പരിക്കും പറ്റിയില്ല. ഓസ്ട്രേലിയയിലെ മ്യൂസിയങ്ങളിൽ ഇതിന്റെ അവശേഷിപ്പുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ സ്കൈലാബ് തങ്ങളുടെ പറമ്പിൽ വീഴണേ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നൊന്നും അറിയില്ല. ഓസ്ട്രേലിയയിലെ സ്റ്റാൻടോൺ ടൺ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ ആ ഭാഗ്യവാനായി മാറി. കേരളത്തിലെ പലർക്കും തങ്ങളുടെ തെങ്ങും പറമ്പിലോ വല്ലതൊക്കെ ഇത് വീഴണമെന്ന് ആഗ്രഹിച്ചെങ്കിലും കിട്ടിയില്ല. പക്ഷെ അത് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായത് ഓസ്ട്രേലിയയിലെ ഒരു വ്യക്തിക്കായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് വീണത്. ഇത് തകർന്നാൽ ഇതിൻ്റെ കഷ്ണങ്ങൾ പറക്കിയെടുത്ത് എത്തിച്ചു കൊടുത്താൽ $1,00,000 നൽകുമെന്ന് സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ എന്ന പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് അമേരിക്കയിൽ വീഴില്ല എന്ന ഉറച്ച വിശ്വാസത്തിലൊക്കെയാണ് അവർ ഈ പരസ്യം നൽകിയത്. കാരണം മറ്റെവിടെയെങ്കിലുമൊക്കെ വീണാലേ ഇതും പറക്കിയെടുത്തുകൊണ്ട് ആരും പെട്ടെന്ന് അമേരിക്കയിലോട്ട് വിമാനം കയറി ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഉള്ള ആത്മവിശ്വാസത്തിലാണ് ഈ പത്രം പരസ്യം നൽകിയത്. എന്നാൽ ഓസ്ട്രേലിയയിൽ ഇത് തകർന്നു വീണപ്പോൾ അതിൻ്റെ ചില കഷ്ണങ്ങളൊക്കെ ലഭിച്ച സ്റ്റാൻടോൺ ടൺ ഉടനെ തന്നെ ഇതുമായി ഓസ്ട്രേലിയയിൽ നിന്ന് US പ്ലെയിൻ പിടിച്ചു പോയി. വിമാനം കയറി
ഈ പത്രം ഓഫീസിലെത്തി വസ്തു കൈമാറി. പക്ഷെ എന്ത് ചെയ്യാം, അവർക്ക് ആ ഓഫർ പാലിക്കാതിരിക്കാൻ പറ്റിയില്ല. അവർ കൊടുത്ത ആ ഇത് പാലിക്കാതിരിക്കാൻ അവർക്ക് പറ്റിയില്ല. അവർ പറഞ്ഞതുപോലെ ആ ധനസമ്മാനം സ്റ്റാനിന് നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഈ സ്കൈലാബ് എന്ന് പറയുന്ന ഒരു പേടകം ഒരു കാലത്ത് ഉണ്ടായിരുന്ന രസകരമായ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇന്നൊരു പക്ഷേ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാലും, ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായിരുന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഉപഗ്രഹമായിരുന്നാലും അതൊക്കെ തകർന്നു വീഴും എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ ഒരു പരിധിവരെ നമ്മൾ കൃത്യമായി അതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് പിന്നെ അപകടകരമായ രീതിയിൽ ജനവാസ മേഖലയിലോ വൻ നഗരങ്ങളിലോ ആണ് തകർന്നു വീഴുന്നെങ്കിൽ അപ്പം അതിനൊക്കെ കൃത്യമായ പ്രതിവിധികൾ ഇന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കോസ്മോസ് 482 എന്ന് പറയുന്ന ഒരു ബഹിരാകാശ പേടകം, അപ്പോൾ ആ ഒരു കാര്യത്തിൽ വാർത്തകൾ വന്നിരുന്നു. കോസ്മോസ് ഭൂമിയിലേക്ക് വരും, വളരെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. 1972 ശുക്രനിലേക്ക് ഒരു ദൗത്യവുമായി പോയതാണ് ഈ കോസ്മോസ് 482. അതും 72-ലാണ്. പക്ഷേ ഇത് വിക്ഷേപിച്ചിട്ട് കൃത്യമായിട്ട് ഇതിന് മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുകയും ഭൂമിയുടെ ഭ്രമണപഥം വിട്ടു പോയിരുന്നില്ല. ശനിയാഴ്ച രാവിലെ 9:24 ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കടന്നെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ്കോസ്മോസ് പറഞ്ഞിരുന്നു. ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തതെന്നാണ് അവർ പറയുന്നത്. എന്നാൽ എവിടെയാണ് കൃത്യമായി അത് വീണതിനെ സംബന്ധിച്ച് അവ്യക്തതകളുണ്ടായിരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കടക്കുന്ന സമയത്ത് കാര്യമായൊന്നും സംഭവിച്ചില്ലെങ്കിൽ ലണ്ടനും തെക്കേ അമേരിക്കയുടെ കേപ്പ് ഹോണിനും ഇടയിൽ എവിടെയെങ്കിലും ഇത് പതിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ.